നമസ്കാരം. ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി ജനറൽ എം നരവണയും CPM നേതാവ് പി ജയരാജനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ രണ്ടുപേരും തമ്മിൽ നേരിട്ട് ഒരു ബന്ധവുമില്ല. ഒരാൾ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്നു, മറ്റേയാൾ കേരളത്തിലെ മുതിർന്ന CPM നേതാവാണ്, കേരളത്തിൻ്റെ മന്ത്രിയൊക്കെ ആയിരുന്ന ആളുകൂടിയാണ് പി ജയരാജൻ. എന്നാൽ ഇരുവരും തമ്മിലുള്ള ഒരു സാമ്യം ഇവരുടെ ആത്മകഥകളുടെ പേരിലായിരുന്നു. രണ്ടുപേരുടെയും ആത്മകഥകൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ വിവാദമായി മാറിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കത്തി നിൽക്കുന്നത് ജനറൽ നരവണയുടെ ആത്മകഥ തന്നെയാണ്. 4 Stars of Destiny എന്നാണ് ഈ പുസ്തകത്തിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര്. ഈ പുസ്തകത്തിൽ ചൈനീസ് സൈന്യം ഇന്ത്യയിൽ അതിക്രമിച്ച് കയറിയതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളുണ്ടായിരുന്നു. ഇത് പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുകയും ഇത് പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ ജനറൽ നരവനെ ഇതിൽ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണ ചുമതലയുള്ള പെൻഗ്വിൻ ഇന്ത്യ ബുക്സ് രംഗത്തെത്തുകയും ഈ ബുക്ക് ഇനിയും പബ്ലിഷ് ചെയ്തിട്ടില്ലെന്നും ഇതിൻ്റെ PDF ഒരു തരത്തിലുമുള്ള ഡിജിറ്റൽ ഫയലുകളോ ഒന്നും തന്നെ പുറത്തു പോയിട്ടില്ല എന്നുമാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. രാഹുൽ ഗാന്ധി ഈ പുസ്തകം പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് പ്രീ ഓർഡർ ചെയ്യാനുള്ള ലിങ്കാണ് എന്നുമാണ് കമ്പനി വ്യക്തമാക്കിയത്. ഏതായാലും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ജനറൽ തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹവും പെൻഗ്വിൻ ബുക്സ് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. തൻ്റെ ആത്മകഥ ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. മാത്രമല്ല, ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നമ്മുടെ സൈന്യത്തിലെ ഉയർന്ന പദവികൾ വഹിച്ചിരുന്ന ആളുകൾ രഹസ്യാത്മകമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന അവരുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയൊക്കെ വാങ്ങേണ്ടതുണ്ട്. അതല്ലാതെ പെട്ടെന്നൊരു ദിവസം സൈന്യത്തിലെ ഉന്നത പദവികളിലിരുന്ന ആളുകൾ അവരുടെ ആത്മകഥയിലെ രഹസ്യപരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് ഗുരുതരമായ പിഴവാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നരവനെയും പെൻഗ്വിൻ ബുക്സും എല്ലാം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച് വലിയ ചൂടേറിയ ചർച്ചകൾ നടന്നിരുന്നു. ചില കോൺഗ്രസ് അംഗങ്ങളുടെ മേൽ ഒടുവിൽ പ്രതിഷേധത്തിൻ്റെ പേരിൽ സ്പീക്കർക്ക് ചർച്ചകൾ നടപടി സ്വീകരിക്കേണ്ടി വന്നു. ഇത്രയും അതിരൂക്ഷമായ സംഭവങ്ങൾ നടക്കുമ്പോഴും ഈ പുസ്തകം ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ പുസ്തകത്തിൻ്റെ പേര് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്രയോ പേർ ഈ പുസ്തകത്തിനായി കാത്തിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് വലിയ തോതിലുള്ള വിവാദം സൃഷ്ടിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി പി ജയരാജനിലേക്ക് വരുമ്പോൾ പി ജയരാജൻ്റെ ആത്മകഥ പുറത്തു വരാൻ പോകുന്നു എന്നൊക്കെയാണ് ആദ്യം ഘട്ടങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഒരു വാർത്ത പുറത്തു വന്നത്. പി ജയരാജൻ്റെ ആത്മകഥയുടെ വിശദാംശങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. DC ബുക്സാണ് ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് എന്നും വ്യക്തമാക്കിയിരുന്നു. കട്ടൻ ചായയും പരിപ്പോടെയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതവും എന്നുള്ളതായിരുന്നു ഈ പുസ്തകത്തിന് ഇവർ കൊടുത്തിരുന്ന ടൈറ്റിൽ. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പി ജയരാജൻ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം ഈ വാർത്ത നിഷേധിക്കുകയായിരുന്നു. തൻ്റെ ആത്മകഥ താൻ എഴുതി പകുതി പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്നും എങ്ങനെയാണ് ഈ ആത്മകഥയുടെ ഭാഗങ്ങൾ, അതായത് തൻ്റെ ആത്മകഥയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നതെന്നുമാണ് അദ്ദേഹം അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. മാത്രവുമല്ല, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ പി സരനെക്കുറിച്ച്, അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നേരം നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഏതായാലും DC ബുക്സിനെതിരെ നിയമ നടപടിയുമായി പി ജയരാജൻ മുന്നോട്ട് പോയി. ഒരു DC ബുക്സിൻ്റെ AV ശ്രീകുമാറിനെ പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. DC ബുക്സിൻ്റെ ഉടമയായ രവി DC ഇക്കാര്യത്തിൽ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പി ജയരാജനോട് പറഞ്ഞത് തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാനായി താൻ ചുമതലപ്പെടുത്തിയത് DC ബുക്സിനെ അല്ല, മാതൃഭൂമി പബ്ലിക്കേഷൻസിനെയാണ് എന്നായിരുന്നു. ഇതാണ് എൻ്റെ ജീവിതം എന്നാണ് താൻ തൻ്റെ ആത്മകഥ കിട്ടിയിരുന്ന പേര് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അങ്ങനെ ഒടുവിൽ ഇതാണ് എൻ്റെ ജീവിതം പുറത്തിറങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. പക്ഷേ അപ്പോഴും അവിടെ ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നു. DC ബുക്സിൻ്റേത് എന്ന് പറഞ്ഞ് ആദ്യം പുറത്തു വന്ന ആ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ട്. ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകന് ആണ് തനിക്ക് വേണ്ടി തൻ്റെ ആത്മകഥയുടെ കുറേ ഭാഗങ്ങൾ എഴുതിയെന്നൊക്കെ എന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഈ മാധ്യമപ്രവർത്തകന് പിന്നീട് വിശദീകരണം നൽകിയിരുന്നു. പക്ഷേ അപ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തോതിലുള്ള തിരിച്ചടിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത് എന്നുള്ളതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. LDF കൺവീനറായിരുന്ന പി ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം TP രാമകൃഷ്ണനെ നിയോഗിച്ച ആ കാലഘട്ടത്തിലാണ് ഇത് പുറത്തു വന്നത്. തനിക്ക് പദവി നഷ്ടപ്പെട്ടത് ദുഃഖമുണ്ട് എന്നുള്ള കാര്യം പി തുറന്നു സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പി ജയരാജൻ ഇന്ത്യയുടെ മുൻ സൈനിക മേധാവിയും തമ്മിലുള്ള ബന്ധം ഇതാണ്. പുറത്തിറങ്ങാത്ത ആത്മകഥയുടെ അല്ലെങ്കിൽ പുറത്തിറങ്ങാത്ത ഭാഗങ്ങളുടെ പേരിലാണ് ഇരുവരും കുറേ സമയത്തേക്കെങ്കിലും പ്രതിസന്ധിയിലായി നിന്നിരുന്നത്. പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് CPM ഇപ്പോൾ ഒരു തിരിച്ചടികളുടെ ഒരു കാലഘട്ടമായി വേണമെങ്കിൽ കണക്കാക്കാം. പിക്ക് പഴയ പ്രതാപമൊന്നും ഇപ്പോൾ പാർട്ടിയിലില്ല. എന്നാൽ ജനറൽ നരവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്ന ഒരാളാണ്. കരസേനാ മേധാവി പദവി ഒഴിഞ്ഞതിന് ശേഷം സാധാരണ ആരും തന്നെ മറ്റ് പദവികൾക്കൊന്നും പിന്നാലെ പോകുന്ന പതിവുമില്ല. അപ്പോൾ ഏതായാലും
ഈ രണ്ട് ആത്മകഥകളും ഈ രണ്ടുപേരെയും എന്തുമാത്രം വട്ടം ചുറ്റിച്ചു എന്നുള്ളത് വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.